എല്ലാവർക്കും നമസ്കാരം, സുപ്രഭാതം. കുട്ടികളിലെ സർഗവാസന ഉണർത്താനും പ്രോത്സാഹിപ്പിക്കാനും കോഴിക്കോട് ലോട്ടസ് സർക്കിൾ എന്നൊരു സംഘടന പ്രവർത്തിച്ചിരുന്നു. ചാലപ്പുറത്തുള്ള ആനി ഹാളിൽ ഞായറാഴ്ച വൈകുന്നേരങ്ങളിലായിരുന്നു ലോട്ടസ് സർക്കിളിൻ്റെ പ്രവർത്തനം. വീട്ടിൽ നിന്ന് കുറച്ചു ദൂരം നടക്കണം. ആ ഹാളിൽ രോമക്കുപ്പായമിട്ട ആനി ബെസൻറ്റിൻ്റെ ഒരു ഫോട്ടോ കണ്ടതായി ഓർമ്മയുണ്ട്. അതേ ഹാളിൽ രാവിലെ തിയോസഫി സൊസൈറ്റിയുടെ സമ്മേളനങ്ങളും നടത്താറുണ്ടായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ പതിവായി വരാറുള്ള CT കുട്ടിക്കൃഷ്ണൻ മാസ്റ്ററാണ് കോഴിക്കോട്ടെ തിയോസഫി സൊസൈറ്റിയുടെ ജീവാത്മാവും പരമാത്മാവും. അച്ഛൻ കോഴിക്കോടുള്ളപ്പോൾ തിയോസഫി സൊസൈറ്റി, ഗിൽഡ് ഓഫ് സർവീസ്, ലോട്ടസ് സർക്കിൾ തുടങ്ങിയ സംഘടനകളുമായി സഹകരിച്ചിരുന്നു. ലോട്ടസ് സർക്കിളിൻ്റെ അന്നത്തെ പ്രസിഡന്റ് ബേബി എന്ന വിളിപ്പേരുള്ള MS സ്വാമിനാഥനാണ്. സെക്രട്ടറി എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ PV വേണുഗോപാലനും. ഈ ബേബി പിന്നീട് സിനിമാ സംവിധായകനാവുകയും സിനിമയ്ക്ക് അവാർഡുകൾ വാങ്ങുകയും ചെയ്തിരുന്നു. കോളേജിൽ ഡെപ്യൂട്ടി സ്പീക്കറും ആയി തീപ്പൊരി പ്രസംഗങ്ങൾ നടത്താനും വക്കീലാവാനും ഉള്ള പ്രചോദനം ലോട്ടസ് സർക്കിൾ പ്രവർത്തനങ്ങളിൽ നിന്നും വേണുവേട്ടന് ലഭിച്ചു. ലോട്ടസ് സർക്കിളിൻ്റെ രക്ഷാധികാരികളും പ്രധാന പ്രവർത്തകരും ആനി ഹാളിൻ്റെ ഉടമസ്ഥരായ മഞ്ചേരി കമലമ്മയും ഗോപാലകൃഷ്ണയ്യരും ആയിരുന്നു. ലോട്ടസ് സർക്കിളിനും തിയോസഫി സൊസൈറ്റിക്കും വേണ്ടി ഹാൾ നീക്കിവെച്ചതിന് പുറമെ സ്വന്തം സമയവും ധനവും അവർ ധാരാളം വ്യയം ചെയ്തു. മഞ്ചേരി രാമയ്യർ എന്ന പ്രശസ്ത അഭിഭാഷകൻ്റെ പൗത്രിയായിരുന്നു കമലമ്മ. അവർ വേണുവേട്ടന് സ്വന്തം പുത്രനെ പോലെ സ്നേഹിക്കുകയും BA ബേയിലിന് പോകണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. CT കുട്ടിക്കൃഷ്ണൻ മാസ്റ്റർ പ്രസംഗത്തിനിടെ പലപ്പോഴും പറയുന്ന ഒരു ശ്രീബുദ്ധൻ്റെ ഉദ്ധരണി ഇപ്പോൾ ഓർമ്മ വരുന്നു. നിങ്ങൾക്ക് പറക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളെ താഴോട്ട് വലിക്കുന്ന എല്ലാം ഉപേക്ഷിക്കണം. കുട്ടികൾക്ക് പ്രസംഗിക്കാനും പാട്ടുപാടാനും നാടകാഭിനയത്തിനും നല്ലൊരു കളരിയായിരുന്നു ലോട്ടസ് സർക്കിൾ. പവനന് ഒഴിവുണ്ടായിരുന്നപ്പോഴൊക്കെ ലോട്ടസ് സർക്കിളിൻ്റെ മീറ്റിങ്ങുകളിൽ വരികയും പ്രസംഗ പരിശീലനം നൽകുകയും ചെയ്തു. തിക്കോടിയൻ എഴുതിയ നാടകങ്ങൾ ലോട്ടസ് സർക്കിളിലെ അംഗങ്ങൾ രംഗത്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. നൃത്തത്തിലും അഭിനയത്തിലും മികവ് പ്രദർശിപ്പിച്ച AR വിമല എന്ന കുട്ടിയെ ഞാനിപ്പോഴും ഓർമ്മിക്കുന്നു. ആ കാലത്ത് പ്രസംഗ മത്സരങ്ങളും ചർച്ചകളും എല്ലാം രാഷ്ട്രഭാഷയെ ചുറ്റിപ്പറ്റിയുള്ളതായിരുന്നു. ഇന്ത്യയെ അനുകൂലിച്ചും എതിർത്തുമാണ് പ്രധാനമായും ചർച്ചകൾ. ഒരു തവണ വാശിയേറിയ മത്സരം വെച്ചു. പഠിച്ചു വരാനൊന്നും സമയമില്ല, പെട്ടെന്ന് മുമ്പിലേക്ക് വന്ന് പറയണം. ചില കുട്ടികൾ അവരുടെ ഇഷ്ടഭാഷയായ മലയാളം, ഇംഗ്ലീഷ് എന്നൊക്കെ പറഞ്ഞു. പ്രസംഗത്തിൻ്റെ കാര്യത്തിനായാലും നാടകാഭിനയത്തിൻ്റെ കാര്യത്തിലായാലും ബാലന് പെട്ടെന്ന് ആവേശം വരും. ഞങ്ങളൊക്കെ മുന്നിൽ നിലത്ത് വിരിച്ച പായയിലാണ് ഇരിക്കുന്നത്. ബാലൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു പ്രസംഗം കാഴ്ചവെച്ചു. സദസ്സ് ഒന്നടങ്കം സ്തംഭിച്ചു പോയി. കാരണം ബാലൻ പറഞ്ഞ ഭാഷ കണക്കായിരുന്നു. അവിടെ പറഞ്ഞ ഭാഷകൾ സ്കൂളിൽ പഠിക്കാനുള്ളത് ഒരു വൈവിധ്യമായിരിക്കും ബാലൻ ഉദ്ദേശിച്ചത്. എന്ത് പറയുന്നു എന്ന് നോക്കാതെ എങ്ങനെ പറയുന്നു എന്ന് മാത്രം നോക്കിയാണെങ്കിൽ അന്നത്തെ സമ്മാനം ബാലന് തന്നെ പോവേണ്ടതായിരുന്നു. കണക്കിൻ്റെ ആരാധകനായ ബാലൻ പിന്നീട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അസിസ്റ്റൻറ്റ് ജനറൽ മാനേജറായിട്ടാണ് റിട്ടയർ ചെയ്തത്. കുമാരനാശാൻ്റെ പൂക്കുന്നിതാ മുല്ല എന്ന കവിതയ്ക്ക് തിക്കോടിയൻ എഴുതിയ നുള്ളുന്നിതാ ലീല തുടങ്ങിയ പാരഡിക്ക് ലോട്ടസ് സർക്കിളിലെ കുട്ടികൾ രംഗാവിഷ്കരണം നടത്തി. എൻ്റെ രണ്ടാമത്തെ ജ്യേഷ്ഠൻ രവിയേട്ടൻ ലോട്ടസ് സർക്കിളിൽ വെച്ച് നന്നായി മിമിക്രി അവതരിപ്പിക്കുമായിരുന്നു. ആളുകളുടെ നടത്തം, സംസാര രീതി എല്ലാം അനുകരിക്കും. പ്രസംഗത്തിനും അഭിനയത്തിനും പുറമെ അവിടെ കായിക മത്സരങ്ങളും നടത്തും. പിന്നീട് ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ സ്കിപ്പിങ്ങിന് സമ്മാനം വാങ്ങാൻ ഇവിടുത്തെ പരിശീലനം എനിക്ക് ഉപകാരപ്രദമായിട്ടുണ്ട്. കുട്ടികളുടെ സാഹിത്യ സൃഷ്ടികൾ ശേഖരിച്ച് അത് കയ്യെഴുത്ത് മാസികയായി പ്രസിദ്ധീകരിക്കും.
അതിന് വേണ്ട ചിത്രങ്ങൾ വരച്ച് ശ്രീനിവാസൻ പതിവായി ഞങ്ങളുടെ വീട്ടിൽ വന്ന് വേണോട്ടിൽ നിന്ന് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തേടാറുണ്ടായിരുന്നു. ഒരു ദിവസം മാസികയുടെ മുഖചിത്രമായി ഒരു ലക്ഷണമൊത്ത താമര വരയ്ക്കാൻ അവർ രണ്ടുപേരും കുറേ അന്വേഷിച്ചു. ശ്രമം ഉപേക്ഷിച്ചപ്പോഴാണ് വരയ്ക്കേണ്ട കടലാസ് വെച്ചിരുന്ന നോട്ട് പുസ്തകത്തിന്മേൽ ഭംഗിയുള്ളൊരു താമര കണ്ടത്. കസ്തൂരിമാൻ സുഗന്ധം അന്വേഷിച്ചതുപോലെ. ഞങ്ങളുടെ അയൽപ്പക്കത്ത് താമസിച്ചിരുന്ന VK മാധവൻ, എല്ലാവരും മാധവേട്ടൻ എന്ന് വിളിക്കും, ലോട്ടസ് സർക്കിളിൻ്റെ പിന്നെ പ്രവർത്തിച്ച മറ്റൊരു വ്യക്തിയായിരുന്നു. ടെലിഫോണോ ഓട്ടോറിക്ഷയോ ഒന്നുമില്ലാത്ത ഒരു കാലത്ത് സമൂഹത്തിലെ പല ശ്രേണികളിൽപ്പെട്ട കുട്ടികൾ ചില മഹാമനസ്കരുടെ ഔദാര്യത്തിൽ ഒത്തുചേർന്ന് ഇത്തരം പരിപാടികൾ കാഴ്ചവെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച സുമനസ്സുകൾക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കേണ്ടതാണ്. ഇതൊക്കെ എൻ്റെ പഴയ ഓർമ്മകളിൽ നിന്നും പറഞ്ഞതാണ്. പ്രധാനപ്പെട്ട വ്യക്തികളെ വല്ലവരെയും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരുടെ ആത്മാവ് എന്നോട് പൊറുക്കുമെന്ന് വിശ്വസിക്കുന്നു.